കേസിൻ്റെ കാര്യം വെച്ചാൽ കേസുകൾ നീണ്ടുപോകും. അങ്ങനെയാണ് കേസുകളെല്ലാം നമ്മൾ കാണുന്നത്. അതെ അതെ എത്രയും നാളുകൾ കേസ് നീണ്ടുപോകും. അതെ അതെ അത്രയും നാളുകളിലും ആ കേസ് വിധി വരുന്നവരെ താങ്കളുടെ പേരിൽ ഉന്നയിച്ച ആരോപണം അവിടെ നിലനിൽക്കുകയാണ്. ആരോപണം നിൽക്കും. നിലനിൽക്കുകയാണല്ലോ നിയമം. അല്ല, നിയമം അങ്ങനെയാണ്, നിലനിൽക്കുകയാണ്. ആ ആരോപണം നിലനിൽക്കുന്ന അത്ര കാലം താങ്കൾക്കുണ്ടാവുന്ന ഒരു മാനസിക സമ്മർദ്ദമുണ്ട്. അല്ല അലി, അത് ഞാനിപ്പോൾ എനിക്ക് അലിയുടെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ് കരഞ്ഞ് പറയാനൊന്നും എനിക്ക് പറ്റൂല. പക്ഷെ അത് വിഷമമില്ലെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ ആ വിഷമം ഇല്ലാതാക്കുന്നത് എൻ്റെ ചങ്കൂറ്റമാണ്. കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള ചങ്കൂറ്റമാണ്. എന്നെ അറിയാമെന്നുള്ളവർ അവർക്ക് അറിയാമെന്നുള്ളതാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ, എൻ്റെ അമ്മ, അച്ഛൻ, സഹോദരന്മാരൊക്കെ. പിന്നെ ഒരു കാര്യം അലി മനസ്സിലാക്കിയിട്ടുണ്ടോ, ഞാൻ 22-ാമത്തെ വയസ്സിലാണ് ഈ കലാരംഗം തുടങ്ങിയത് തന്നെ. ഇത്രയും വർഷം ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് അവസരങ്ങളും ചോദിച്ച് ഇവിടം വരെ എത്തിയിട്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി കാണിക്കൂ. എനിക്കറിയാമെന്നുള്ള ആളാണല്ലോ, ഇങ്ങനെയൊക്കെ കാണിച്ചവർ നമ്മൾ വാർത്തകൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു സാഹസത്തിന് വരുമ്പോൾ എൻ്റെ കരിയർ ഇവിടെ പോവുകയല്ലേ. ഞാൻ ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി ചെയ്യണമെന്ന് ഞാൻ അത്ര മണ്ടനാണ് ഞാൻ. അല്ല, പത്രങ്ങളിൽ ഫോട്ടോ വരുന്നു, ചാനലുകൾ അങ്ങനെ പറഞ്ഞാലേ നിൽക്കുകയുള്ളൂ. ഇപ്പം ഞാൻ പറയട്ടെ, ലിംഗാക്രമം എന്ന് പറയുമ്പോൾ നമ്മൾ ലൈംഗികത എന്നൊരു പേരെവിടെ കിടക്കുകയല്ലേ. എന്നെ ആക്രമിച്ചു എന്നല്ല പറയണേ. അതെ അതെ, ലൈംഗികത എന്നുള്ള സംഭവം തന്നെ വൃത്തികെട്ടത് പോലെയല്ല. ഒരു ലൈംഗികത ലൈംഗിക അതിക്രമം എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് കേസെടുക്കുക ജനങ്ങളുടെ ഇടയിൽ. പിന്നെ ലൈംഗിക പീഡനം വരെ വന്ന് വിജു സോപാനം ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു. അത് ആരെയൊക്കെയാണ് അവിടെ ഗസ് ചെയ്തെടുത്തത്? ആരൊക്കെ? അതൊക്കെ ആയിട്ട് നമുക്ക് വിഷമമുണ്ടാവില്ലേ? സ്വയം അവിടെ ഇരുന്ന പെൺകുട്ടികളൊക്കെ ലൈവിൽ വരേണ്ടി വന്നു. ഞാനല്ല എന്ന് പറയാം, ലൈവിൽ വരേണ്ടി വന്നു. പിന്നെ എൻ്റെ മോക്ക് കോളേജിൽ ഉള്ള പിന്നെ ആയിക്കൊണ്ട് നല്ലൊരു കോളേജാണ്, ആരും അങ്ങനെ ചോദിച്ചില്ല. അപ്പം നമുക്ക് ഇതിനെപ്പറ്റി ഒരു ബോധമൊന്നുമല്ല. പിന്നെ വൈഫിന് വിഷമമുണ്ടായിരിക്കും. പിന്നെ നല്ല ഞാൻ വളർന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, അവിടെയുള്ള ആർട്ടിസ്റ്റ് നാടക കലാകാരന്മാരല്ലേ. അപ്പോൾ എത്ര ആൾക്കാർ. അപ്പോൾ അവരുടെ അടുത്തൊക്കെ അവരൊന്നും വിളിച്ചിട്ടില്ല. അവർക്ക് വിഷമമായിരിക്കാം, അവർ വിളിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരം വളരെ വിഷമത്തോടെ കടന്നു പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ. നമുക്ക് വിഷമമുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അഭിനയിക്കേണ്ടി വരൂലേ. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞു കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആർക്കാണ് സന്തോഷം? എതിരാളികൾക്ക് സന്തോഷം വരും. അപ്പം എനിക്കങ്ങനെ കരഞ്ഞു കാണിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ പറയുന്ന പോലെ ഈ മീഡിയ, അതിൽ എന്നെ വളർത്തിയത് മീഡിയയാണ്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കാൻ കാരണം എന്നെ അത്രത്തോളം പാലിച്ചേട്ടാന്ന് വിളിച്ച് ഹൈപ്പ് ചെയ്ത് എവിടെ പോയാലും, സിനിമയുടെ പ്രൊമോഷൻ ആയാലും എവിടെ ആയിരുന്നല്ലോ. അപ്പോൾ അവർക്കും ഒരു ഇതാണ്, എന്തുകൊണ്ട് ചേട്ടൻ എന്ന് പറഞ്ഞില്ല. പക്ഷെ ഇതിനൊരു വരുമല്ലോ അല്ലേ, ഇതിന് എന്തില്ലേ. ഇവിടെയൊക്കെ ഒരു ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിച്ചത് നിവിൻ പോളിനെയാണ് കേട്ടോ. അതാണ് പറയാം, എൻ്റെ കേസിൻ്റെ വ്യത്യാസം. നിവിൻ പോളിനെയാണ് എല്ലാവരും ചോദിച്ചത്. നിവിൻ പോളി അന്ന് നിവിൻ പോളിന് ആരോപണം വരുന്നു, വൈകുന്നേരം 7 മണിക്ക് വാർത്താസമ്മേളനം നടത്തുവാണ് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തിയാണ് ആളുകളുടെ അടുത്ത് വന്നത്. പക്ഷേ അദ്ദേഹം ആ സറൗണ്ടിൽ ഇല്ല. ഇതല്ല, ഒരേ ഏരിയയിൽ എന്നുള്ളതാണ് കേസ്. പിന്നെ ഒരുമിച്ചുണ്ട്, ഒരുമിച്ചുണ്ട്, ഒരു ലൊക്കേഷനിലുണ്ട്. അതാണ്. പിന്നെ എനിക്കത് അറിയില്ല സത്യം. FIR-നെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയുന്നതിന് ഞാൻ ഇതോടുകൂടിയാണ്. അപ്പം എൻ്റെ നിയമത്തിലുള്ള ആൾക്കാർ പറഞ്ഞതാ, നിനക്ക് FIR ഉണ്ട്, അറസ്റ്റാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ഇതിനു വേണ്ടി അന്ന് കുറച്ച് കോടതി ഒഴിവൊക്കെ ആയിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ പെട്ടുപോയില്ല. കാരണം അറിയില്ല, എനിക്കിത് കേട്ടിട്ട് എന്താണ്, പിന്നെയാണ് ഞാൻ അറിയുന്നത്, അയ്യോ ഇതൊക്കെയാണോ സംഭവം. ഇതൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, അവർക്കൊക്കെ കൊടുക്കാം. കേസ് കേട്ടൊക്കെ അവർക്ക് കൊടുത്തിട്ട് ഇരിക്കാം. പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈമാണ്. ഈ മുൻകൂർ ജാമ്യം ലഭിക്കാൻ വേണ്ടി പാടുപെട്ടോ? വലിയ പാടൊന്നും പെട്ടില്ല. ഇല്ല കോടതിക്ക് ബോധ്യമായി, കറക്റ്റ് ബോധ്യമായി എന്താണെന്നുള്ള രീതിയിൽ. ഈ നിങ്ങൾ രണ്ടുപേരെ ചേർക്കാനുള്ള കാരണം എന്താണെന്ന് പിന്നീട് ചിന്തിച്ചു? നിങ്ങൾ രണ്ടുപേരാണ്, വിജു സോപാനന്ദനും ശ്രീകുമാരനെയാണ് ചേർക്കുന്നത്. നിങ്ങളെ മാത്രം ചേർക്കാനുള്ള കാരണം എന്താണ് പിന്നീട് ചിന്തിച്ചിട്ടുണ്ടോ? അത് ചിന്തിച്ചു, എനിക്കത് മനസ്സിലാവില്ല. രണ്ടുപേരെയും കൂടെ ചേർക്കാനുള്ള കാര്യം നിങ്ങൾ സ്ക്രിപ്റ്റിലൊക്കെ ഇടപെടുന്നതുകൊണ്ട് അല്ല, അങ്ങനെ ആയിരിക്കാം. പിന്നെ വേറെ ഒന്നും എനിക്കങ്ങനെ തോന്നുന്നില്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.